ഏയ് പട്ടേടി സ്വാമി. പട്ടേടിയല്ല, പട്ടേരി. നിങ്ങൾ എന്റെ ജഡ്ജസിന്റെ മുറിയിൽ കയറിയെന്നോ അവരോട് അപമര്യാദയായി പെരുമാറിയെന്നോ തല്ലിയെന്നോ ഒക്കെ കേട്ട്. ഓം ശാന്തി ഓം. ഷാരൂഖ് ഖാന്റെ പടം, ഷാരൂഖ് ഖാന്റെ. ജൂം ബറാബർ ജൂം. താൻ ഷാരൂഖ് ഖാന്റെ പടം പറഞ്ഞ ഞാൻ അമിതാഭ് ബച്ചന്റെ പടം പറയും. പുരാണ പ്രസിദ്ധമായ ന്യായകാണ്ഡത്തിൽ ശൃഗാല വേദാന്തത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശൃഗാലന്മാർ, അതായത് കുറുക്കന്മാരെ മടുവിന് വെട്ടിക്കൊല്ലണമെന്ന് ഭാരതീയ ന്യായ പ്രമാണത്തിൽ പറയുന്നുണ്ട്. ദുശാസനന്മാരെ മാറു പിളർത്തി കൊല്ലണമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ചെയ്തില്ലല്ലോ വത്സല. കേവലം 2 അടിയിൽ ഒതുക്കിയില്ലേ? 2 അടിയൊക്കെ അടിക്കാൻ ഏത് പ്രൈമറി സ്കൂൾ അധ്യാപകനും അവകാശമുണ്ട്. വേണ്ട, സ്വാമിയുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ വല്ല ഹിമാലയത്തിലോ സഹ്യപർവ്വതത്തിലോ മതി. ഇവിടെ വേണ്ട. ഇതേ ഉത്തമൻ വെള്ളായണിയുടെ കളമാ. സോറി വത്സ, സോറി. എന്നാ പിന്നെ ശൃഗാല വേദാന്തം എനിക്ക് തനിക്ക് നേരെയും പ്രയോഗിക്കേണ്ടി വരും. എന്നെ നിങ്ങൾക്ക് അറിയില്ല സ്വാമി. 5.5 വർഷം കളരി, കറാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്, മാഫിയ ശേഷി എന്റെ അമ്മായിയുടെ മകനാ. തിരുമലേ, ഇവിടെ പറയക്ക്. നീ ഉരുക്കുകോട്ടയിലേക്കൊന്ന് ഇടിച്ച് കാണിക്ക്. ഇതിന്റെ പവർ എന്താണെന്ന് സ്വാമി അറിയട്ടെ. ഞാൻ ഇടിക്കണോ സാർ? നിന്നോട് ഞാനല്ല പറഞ്ഞത്, ധൈര്യമായിട്ടിടി. അല്ല, കടുങ്കൈ ഞാൻ ചെയ്യണോ? എടാ ഞാനല്ലേടാ കാര്യരുമ്പാ. ഇടിക്കല്ലേ സ്വാമി? ഓം ശാന്തി ഓം. സാറല്ലേ പറഞ്ഞ ഇടിക്കാൻ പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു അതിനോട്. എന്റെ വയറിന്റെ കേബിൾ മുറിഞ്ഞു പോയി. സോറി സാർ, സോറി. എന്ത് സോറി? എനിക്ക് നന്നായിട്ട് വേദനിച്ചറിയോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വത്സ, കുറച്ചു നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നല്ലോ, എന്താ? നമ്മളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. അത് ശരിയാണെന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നിൽ ഒരു നിഴൽ, പക്ഷെ അത് ആരുടേതാണെന്ന് മാത്രം വ്യക്തമല്ല. ഭട്ടേരിയെ പോലെയുള്ള ഒരാൾ റൂമിൽ അതിക്രമിച്ച് കടന്ന് നമ്മുടെ മേൽ കൈവെക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളോട് മറച്ചു വയ്ക്കുന്ന എന്തോ ഉണ്ട്. അത് പ്രതികാരമാവാം, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും വികാരമാവാം. ഏയ്, ആ നിഴൽ അയാളാവില്ല. അയാൾക്ക് നമ്മളോട് ഏതോ പൂർവ്വകാല ബന്ധം, ഏതോ പാലക്കാടൻ പട്ടതിരി. അത് വിട്ടുകളയാൻ വരട്ടട യമുനെ. അവന്റെ കാവിയിലും കൗടിയിലും എവിടെയോ ഒരു ദുരൂഹതയുണ്ട്. അത് കണ്ടുപിടിച്ചേ മതിയാവും. ഞാനൊന്ന് കോഴിക്കോട്ടേക്ക് വിളിക്കട്ടെ കണ്ടുപിടുത്തങ്ങളുടെ ഉസ്താദിനെ. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന മാനാഞ്ചിറ കുട്ടിച്ചാത്തൻ, നമ്മുടെ അക്ബർ ബാദുഷ. ഹലോ അക്ബർജി. രാധികയുടെ അമ്മയല്ലേ? ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. പുഷ്പയുടെ ചേച്ചിയാ. ഒരു മിനിറ്റ്. ഓ, പുഷ്പയുടെ ചേച്ചിയോ? അതെ, 20-ാം തീയതി ഷൂട്ട് വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. അതെ മാഡം, ഉത്തമൻ തന്നെ. അക്കോമഡേഷനൊക്കെ ഫോർട്ട് ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ധൈര്യമായിട്ട് പോര്. ഞാനില്ല ഇവിടെ. സാറൊന്ന് വിളിക്കണ്ടെന്ന്, ഉത്തമേട്ടാന്ന് വിളിച്ചാൽ മതി. അതാ എനിക്കിഷ്ടം. ഓക്കെ ഓക്കെ, ഇത് ഓക്കെ. ഫോണിൽ കൂടെ സാറങ്ങ് പൂത്തൊലയാണല്ലേ? നീ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യ്, ഞാൻ കാപ്പറപ്പിക്കാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഓ, ചോദിച്ചോ. നല്ല ചോക എന്നുള്ള പെങ്കൊച്ചുങ്ങള് നമ്മുടെ പ്രോഗ്രാമിലുള്ള സ്ഥിതിക്ക് എന്തിനാ ഈ 30 കഴിഞ്ഞ ചേച്ചിമാരെ അമ്മമാരെ സാറ് തെരഞ്ഞു പിടിച്ച് വളയ്ക്കുന്നത്? എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ട്
30ഉം 35ഉം ഒക്കെയാടാ സുരക്ഷിതം. അത് സഹകരണ ബാങ്കാ. 18ഉം 19ഉം ഒക്കെ നാഷണലൈസ്ഡ് ബാങ്കാ. നമ്മുടെ തറവാട് വരെ കൊണ്ടുപോകും. ഒടുവിൽ എനിക്ക് പൂജപ്പുരോ വീരോ വന്ന് കാണേണ്ട അവസ്ഥ ഉണ്ടാവുമെന്ന് എന്റെ പേടി. തിരുമലേ, പിന്നെ തിരുമലേ, നീ ആ നാക്കൊന്ന് നീട്ടിയേ. ഓ, ആശ്വാസമായി. കരുനാക്കല്ല. ദേ, ഒരു ഫോൺ. റോങ് നമ്പർ. എനിക്ക് സമയമില്ല. ഹലോ, റോങ് നമ്പർ. പിന്നെ വിളിച്ചോളാം. സാറേ സാറേ ക്ലോസിംഗ് ടൈമായി, പോകുന്നില്ലേ? പ്രത്യേക ബുള്ളറ്റിലേക്ക് സ്വാഗതം. പ്രശസ്ത സംഗീത സംവിധായകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ ഗംഗ യമുന പ്രസാദുമാരിലെ ഗംഗ പ്രസാദിനെ ഇന്നലെ രാത്രി മുതൽ കാണാതായി. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ചുവന്ന സഫാരി കാർ മുറിഞ്ഞ പാലത്തിനടുത്ത് ഇടവഴിയിൽ പാർക്ക് ലൈറ്റുകൾ പ്രകാശിച്ച നിലയിൽ ഇന്ന് രാവിലെ പോലീസ് കണ്ടെത്തി. വാഹനത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും പേഴ്സണൽ ബാഗും ഉണ്ടായിരുന്നു. ഗ്ലോബൽ വിഷൻ ചാനലിലെ സിംഗർ സ്റ്റാർ പരിപാടിയുടെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 15 ദിവസമായി ഗംഗപ്രസാദ് നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ചു വരികയായിരുന്നു. ഗംഗപ്രസാദിന്റെ ദുരൂഹത നിറഞ്ഞ തിരോധാനത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മനോജ് ബി നായർ ഇപ്പോൾ ലൈനിലുണ്ട്. മനോജ്, ഇതാകെ കുഴപ്പമായല്ലോടാ കാർത്തികേ. എന്തോന്ന് കുഴപ്പം? നിന്റെ അപ്പം കണിയാങ്കുളം പാപ്പിയൊന്നുമല്ലോ കാണാതായിരിക്കുന്നത്. ആ TV ഓഫ് ചെയ്തിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. ഹലോ, ആ ഓക്കെ, വണ്ടി എടുക്കണു. ക്ഷണിക്കാതെ വന്നതിൽ ക്ഷമിക്കണം. പടച്ചതമ്പരാന്റെ ഒരു വിളി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് വന്നതാ. ബുദ്ധിമുട്ടായില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്?
നിങ്ങൾ അടിച്ചടി എല്ലാം മിസ്സായി. ഈ അടി മതിയുടെ മിസ്സും മിസ്സിസ് ആവാൻ. ഹലോ, ഓക്കെ സാർ.